സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത് നിലമ്പൂരിലും CPM BJP ധാരണയിലെത്തിയതിന്റെ സൂചന. വെൽഫെയർ പാർട്ടി പഴയ ആശയങ്ങൾ ഒഴിവാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ്. VD സതീശന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് കാന്തപുരം വിഭാഗം രംഗത്ത്. വെൽഫെയർ പാർട്ടിയുടെ വോട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അട്ടിമറി ചർച്ചയാക്കി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് നിലമ്പൂരിലും മുരളീധരൻ CPM BJP ധാരണയുണ്ടെന്ന് വാദിക്കുന്നത്. നിലമ്പൂരിൽ ആ അവിശുദ്ധ കൂട്ടുകെട്ടിന് ജനം തിരിച്ചടി നൽകുമെന്നാണ് മുരളീധരൻ പറയുന്നത്. നിലവിൽ നിലമ്പൂരിൽ ട്രെൻഡ് UDFന് അനുകൂലമാണ്. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് മുറുകുകയാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ വിമർശിക്കുന്നതിലൂടെ CPIM അവസരവാദമാണ് വ്യക്തമാകുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. CPIMന് ആരെയും കൂട്ടാം. CPIM തൊട്ടാൽ എല്ലാവരും ശുദ്ധമാകും. CPIMന്റെ കൂടെ കൂടാത്തവരെ അശുദ്ധരായി കാണുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ ശുദ്ധമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. CPIMന്റെ അവസരവാദ നയം കേരള ജനതയ്ക്ക് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുമായി LDFന് പൂർവ്വകാല ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. CPIMന് പിന്തുണ നൽകിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതേതരവാദികളും കോൺഗ്രസിനെ പിന്തുണച്ചപ്പോൾ വർഗീയ പ്രസ്ഥാനവുമാകുന്നത് എങ്ങനെയെന്നറിയില്ലെന്ന് VD സതീശൻ പറഞ്ഞു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങൾ ഒഴിവാക്കി എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിനെതിരെ കാന്തപുരം വിഭാഗം രംഗത്തു വന്നു. VD സതീശന്റെ പരാമർശത്തെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയാണെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മാറി. അവർക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴില്ല. LDFന് പിന്തുണ കൊടുത്തപ്പോൾ ആർക്കും പ്രശ്നമില്ലായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞിരുന്നു. ഈ പരാമർശമാണ് കാന്തപുരം വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്ന് മാത്രമേയുള്ളൂ. ആശയത്തിൽ വ്യത്യാസമില്ല. വിഷയത്തെക്കുറിച്ച് പഠിക്കാതെയാണ് VD സതീശൻ പ്രസ്താവന നടത്തിയത്. ആശയത്തിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തിയാൽ ആദ്യം മുസ്ലിം സംഘടന ആയിരിക്കും അവരെ സ്വാഗതം ചെയ്യുക. ജനാധിപത്യ സംവിധാനത്തോട് നിസ്സഹകരിക്കണമെന്ന് പറഞ്ഞവരാണ് അവരെന്നും റഹ്മത്തുള്ള സഖാഫി എളമരം പറഞ്ഞു. അതേസമയം മുൻ തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നുവെന്നും അന്നൊന്നുമില്ലാത്ത ചോദ്യം ഇപ്പോൾ ഉയരുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ലെന്നും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. 2019ലും 2024ലും വെൽഫെയർ പാർട്ടി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു. 2024ൽ പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്തു. മുൻപ് വെൽഫെയർ പാർട്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നു. വർഗീയ പാർട്ടി ആണെങ്കിൽ ഇടതുപക്ഷം വോട്ട് വാങ്ങിയത് എന്തിനെന്നും അദ്ദേഹം ചോദിച്ചു. LDFന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ വർഗീയ പാർട്ടി ആവില്ല. LDFന് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വർഗീയ പാർട്ടിയാകും. ഇതിന് ഇടതുപക്ഷമാണ് മറുപടി നൽകേണ്ടതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിലെ ജനങ്ങൾ അരക്ഷിതരായി കഴിയുകയാണ്. കഴിഞ്ഞ 9 വർഷമായി വാഗ്ദാനങ്ങൾ മാത്രം കേട്ട് അവർ കബളിപ്പിക്കപ്പെട്ടുവെന്നും സ്ഥാനാർത്ഥി ആരോപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. വർഗീയ പാർട്ടികളുടെ കൂട്ടുകെട്ടായി UDF മാറിയെന്നും വർഗീയ കൂട്ടുകെട്ട് പരാജയ ഭീതി പൂണ്ട് UDF സ്വീകരിക്കുന്ന അപകടകരമായ നിലപാടാണെന്നുമായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. കേരളത്തിലെയും നിലമ്പൂരിലെയും ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പ്, പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ അടക്കം വർഗീയവാദികളുമായി ചേർന്ന് മുന്നോട്ടു പോകുന്ന നിലപാടാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതിന്റെ പ്രത്യാഘാതം UDF അനുഭവിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.